ഓതുന്ന ടൈം ഓതിട്ടായി, നിസ്കരിക്കുന്ന ടൈം നിസ്കരിച്ചിട്ടായി, കിടാക്കളിലും കെട്ടിയോളിലും മിണ്ടിക്കൊണ്ടിരിക്കുന്ന സമയം മുണ്ടിയിട്ടു ആയി. അത്യാവശ്യത്തിന് മുണ്ടണ്ടേ? മുണ്ടോണന്നല്ലേ കിടാ കുഞ്ഞുങ്ങളിലും മുണ്ടണ്ടേ? നീ എപ്പോഴും ഇങ്ങനെ വെള്ളത്തിൽ വീണ് അടക്കമാതിരി ഇങ്ങനെ ബന്ധിട്ട് നിൽക്കേണ്ടതല്ല മക്കളെ തെറില്. അങ്ങനത്തെ കുറെ മാപ്പിളമാറും പാപ്പമാറും ഉണ്ട് ഞങ്ങളുടെ. കൂടെ വന്നെങ്കിൽ അല്ല പള്ളിന്റെ അവിടെ വന്നെങ്കിൽ ഹായ് ബ്രോ, 1.5 കിലോമീറ്റർ അപ്പുറത്ത് വിളിച്ചിട്ട് ഹായ് ബ്രോ. ഈ ഹായ് ബ്രോ ചൊല്ലി ഞങ്ങായി കെട്ടിയോളിലും മിണ്ടാണ്ട് മാസം 3 ആയി. ഓളെ കാണുമ്പോ സത്യത്തിൽ ആടല്ലേ ഹായ് ബ്രോ എന്നാക്കണ്ടിയേ? നീയല്ലേ കെട്ടുന്ന മിന്നെ ചൊല്ലിക്കൊണ്ടേ എന്റെ കണ്ണേ കറലേ കുളിരേ. ഇപ്പെന്തത് ഇപ്പെന്തായിന് ഇപ്പല്ലേ ചെല്ലേ? നിങ്ങൾ ചിരിക്കുന്ന കാണുമ്പോ ഡൗട്ടുണ്ടോ? നിങ്ങൾ ഹായ് ബ്രോ ചെല്ലുന്നില്ലേ എന്നല്ലേ? സത്യത്തിൽ ഇനിയാണ് പറയേണ്ടി, ഇപ്പാണ് പറയേണ്ടിയേ. ഈ കണ്ണേ കറളെ കുളിരെന്ന് പറയേണ്ടി ഇപ്പോ കെട്ടിയ പിന്നെ അവള് വിളിച്ചു. എന്റെ കറല ഒരു ഗ്ലാസ് ചായ കൊണ്ട, എന്റെ കണ്ണ് എന്റെ മുത്ത് ഒരു ഗ്ലാസ് ചായ കൊണ്ട, എന്റെ കണ്ണ് കിടാവേണ്ട, എന്റെ കണ്ണ് എന്താ ബൾബ് കത്തുന്നു, ലൈറ്റ് കത്തുന്നു, എന്തോ ഓഫാക്കാഞ്ഞ്, എന്റെ മുത്ത നീ ഏടുണ്ട് എന്ന് ഇപ്പൊ നീ വിഷയാക്കണം. നോക്ക കെട്ടുന്നിടത്തോളം വിഷയാക്കുന്നല്ലാതെ കെട്ടിയ പിന്നെ മുത്ത കണ്ണൻ ചൊല്ലി ഒരാരും കൊണ്ട. എല്ലാരും ആൽച്ചനാക്കുന്ന ആരങ്ങനെ മുത്ത കണ്ണൻ ചെല്ല് മംഗലായ പിന്നെ ആര് ചെല്ലുന്ന എല്ലാരും ആൽച്ചനാക്കുന്നു. ആര് ചെല്ലിറ്റ ആരും ആൽച്ചനാക്കണ്ട, ആരും ചെല്ലിറ്റ മംഗലാതിന് മിന്നെ ഫോൺ എടുത്തിട്ട് ഹായ് മുത്തേ. എന്താ മുത്ത ഇപ്പെന്തായി മുത്തേ ചത്ത ഇപ്പൊ ചെല്ലേ മംഗലായി പിന്നെ ചെല്ലേ. ഇനിയാണ് ആ സ്നേഹപ്രകടനം വേണ്ടത്, ഇനിയാണ് മധുരമുള്ള വാക്ക് പറയേണ്ടത്, ഇനിയാണ് നീ അവളെ എല്ലാം കൊണ്ട് സമാധാനിപ്പിക്കേണ്ടത്, ഇനിയാണ് നീ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. ഇനി ഇത് ഞമ്മല്ല മിന്നെ എന്റെ കുറെ ഹറാമിയത്തിന്റെ ജീവിതവും അല്ലെ. ഇപ്പൊ എൻഗേജ്മെന്റ് ഇന്നലെ എന്നോട് ഒരാൾ മസാല കേട്ടിന് ഫോണില് വോയിസ് ഉണ്ട്. ഉസ്താദെ മറ്റൊന്ന് ബറാത്ത് വരുന്നല്ലേ? അതെ. അല്ല ഉമ്മ ചെല്ലുന്നു, നാട്ടുകാരും ചെല്ലുന്നു, ഓളും ചെല്ലിന്, ഓളെ പരക്കാരും ചെല്ലിന്, പെണ്ണെല്ലാം നോക്കിയിട്ട് വെച്ചിന് ഉസ്താദ് മംഗലെന്തോ ആയിട്ട ആവും പോകുന്നല്ല അതിന് രണ്ടാൾക്കും. ഇപ്പൊ ഉമ്മാവും ചെല്ലുന്നു, എന്റെ പെങ്ങന്മാരും ചെല്ലുന്നു, എല്ലാരും ചെല്ലുന്നു. പെരുന്നാന്റെ ഡ്രസ്സ്, ബറാത്തിന്റെ ഡ്രസ്സ്, നോമ്പിന്റെ ഡ്രസ്സ്, അത് ഇത് എല്ലാം കൊടുക്കണല്ല, നിർബന്ധമല്ല. ഇതെന്തു ഉസ്താദ് അങ്ങനെ ഉണ്ടാന്ന്? ഉണ്ടായില്ലേന്ന് ഇപ്പൊ ഞാൻ അതിന്റെ ഉത്തരം പറയാൻ നിൽക്കുന്നില്ല. സത്യത്തിൽ ഒരു വേള നീ ഒരു സദക്ക എന്ന നിലക്ക്, ഒരു സമ്മാനം എന്ന നിലക്ക് കൊടുത്തു വന്ന് എന്നത് നേര്. ഇതിങ്ങനെ ഗടി കൊടുക്കാനോ ഈ വലക്ക പോലത്തെ മൊബൈൽ കൊടുത്തിട്ട് മുണ്ടോനോ നീ ഇവിടെ ഹലാലാക്കിനെ. ഇത് ചങ്ങ ചെന്ന കണ്ട ഉസ്താദേ ഞങ്ങ എല്ലാ ആയിന്, ഞങ്ങ എൻഗേജ്മെന്റ് എല്ലാം ആയിന് മംഗലപ്പുറ മംഗല 2025 ഡിസംബറിൽ ഉസ്താദ് ഒക്ക. ഇപ്പൊ നിങ്ങൾ എവിടെ പോയിട്ട് വന്നേ? ഞങ്ങൾ ബേക്കലം ബീച്ച് ചുറ്റിട്ട് വന്നേ ഒക്ക മംഗലാതിന് മിന്നെ. ഇത് ഹറാമല്ലേ? ഈ ഹറാമിലൂടെ നീ തുടങ്ങിയ ജീവിതം അള്ള ബർക്കത്ത്. പിന്നെ 4 മാസത്തിൽ പൊട്ടിയില്ലെങ്കിലല്ലേ അത്ഭുതം. പിന്നെ നിന്റെ വായിൽ കണ്ണേ കരലെന്ന് വിളിക്കാന്നുള്ള തോന്നിപ്പിക്കാല. എന്തുകൊണ്ട്? നിന്റെ തുടക്കം ഹറാമിലായിരുന്നു. ഹറാമിലൂടെ തുടങ്ങിയത് അത് നരകത്തിലുള്ളതാണ്. അതില് ബർക്കത്തില്ല. പണ്ടല്ല ഇപ്പത്തെ ന്യൂ ജനറേഷന്റെ യോയോ പുള്ളന്മാരെ മംഗല കെട്ടിയനേക്കാളും സ്പീഡിൽ പൊട്ടുന്ന പണ്ണയല്ല. ഞങ്ങളെ ഉപ്പ മംഗലായിട്ട് 87 കൊല്ലായി. 12 വയസ്സിൽ മംഗലായിനല്ല. ഉമ്മാക്കത് 12, 13 എന്തോ, ഇയാൾക്ക് 16, 18 എന്തോ. അന്ന് എങ്ങനെ കെട്ടിനോറ് ഇപ്പോഴും അങ്ങനെ ഉണ്ട്. മാഷാ അല്ലാ. ബിരിസപ്പാടും ഒരുമപ്പാടും വകത്തെ മുണ്ടുന്നതും ഒന്നിച്ച് തുമ്മാൻ തിന്നുന്നതും അങ്ങനെ ഉണ്ട്. എന്ത് പറഞ്ഞിട്ട് എന്തേ? അതാ നിലക്കായിരുന്നു തുടക്കം മുതലേ. അങ്ങനെ 80, 70, 60 കൊല്ലായിട്ട് എന്തോ ആയിട്ട മക്കളായി, മക്കളുമാണ്, പേരമക്കളായി, എന്തെല്ലോ ആയി. ലോകം മാറി. നരസിംഹറാവു പോയി, ബാബരി പള്ളി പോയി, പള്ളിൻ്റെ ഉള്ളിൽ അമ്പലായി. അവസാനം ഇപ്പോൾ ഒരു ചങ്ങായി ഗ്യാസിന്റെ അണ്ടക്ക് 1200 കയറ്റിയിട്ട് മോദിയോ ആയി. ഓരോ മംഗലം അങ്ങനെ ഉണ്ട്. എന്തോ ആയിട്ട് കഴിഞ്ഞ ജനുവരിയിൽ മംഗലം ഫെബ്രുവരി 30 ഇടയിൽ തലാഖ് ഡിവൈസ്. എന്ത് കഥ? എന്ത് ഒന്നും ദീനിയായിട്ടൊന്നും അതിലുണ്ടായിട്ട തുടക്കത്തിലേ ഇല്ല. ഈ പെണ്ണും അങ്ങനെ ഓനും അങ്ങനെ പറയുന്നത് അങ്ങനെ. ഉസ്താദ് ഇപ്പൊ അതില്ലെങ്കിൽ എന്തുസ്താ? അതൊരു കോമൺ അല്ലേ? ഇപ്പൊ കോളേജ് ലൈഫില്, സ്കൂൾ ലൈഫില്, ജനറൽ ആയിട്ട് ഇപ്പൊ അത് കോമൺ അല്ലേ ഉസ്താദ്? അതായത് ഒന്നെല്ലാം വേണോ? ഒരു 5-6 കോളേജിലൊന്നും, ഡിഗ്രിക്കൊന്നും,
PG പഠിക്കുമ്പോ പിന്നൊന്നു, കാഞ്ഞങ്ങാട് പഠിക്കുമ്പോ പിന്നൊന്നു, അവസാനം 21ാമത്തെ വയസ്സിൽ ഞാനും എന്റെ ഇടയിൽ വരുന്നതിന്റെ ഇടയിൽ 9 ആള് വേറെ. ഫൈനലിൽ ഞാൻ. എങ്ങനെ ഉണ്ടോ? എന്ത് നിങ്ങെന്താ ആലോചനാക്കുന്നത്? ഇതില്ലാന്നാ? അല്ല നിങ്ങൾക്ക് കേൾക്കുമ്പോ നാണക്കേടാന്നാ? ഞാൻ ബനു ഇസ്രായേലിന്റെ കഥ പറയുന്നതല്ല, ഞങ്ങളെ മക്കളെ കഥ. അള്ളാഹു ഞങ്ങളെ മക്കളുടെയും ഞങ്ങളുടെയും ഇസ്സത്തുള്ള കാക്കട്ടെ. അള്ളാഹു ഞങ്ങളെ ഇസ്സത്ത് കാക്കട്ടെ. കാണുന്നില്ലേ, മിഞ്ഞാന്തതാ വാലന്റൈൻസ് ഡേ നടന്നു അല്ലേ? പ്രേമികളുടെ ദിനം. പ്രേമിക്കാനായിട്ട് തന്നെ ഒരു ദിനം. കിസ്സടി, എന്തോ ഒരു ലോകം, സുബ്ഹാനല്ലാഹ്. എന്നിട്ടൊരു കോളേജിന്റെ വീഡിയോ നിങ്ങൾ കണ്ട? ഒരു കോളേജിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട, ഫേസ്ബുക്ക് വാട്സപ്പ് ഒന്നും ഇല്ല ഇട, ഇല്ലേ? അതില്ലെങ്കിൽ നിങ്ങക്ക് നന്ന വയൽ പോകണമെന്നില്ല, സ്വർഗത്തിൽ കിടക്കോ നീ. നിങ്ങൾ 3 ആണ്ടൊക്കെ ഒരു വയൽ വെച്ചാൽ മതി. ഈ ഫേസ്ബുക്ക് വാട്സപ്പ് ഉണ്ടെന്നാണ് മാസം വയൽ വെക്കേണ്ടി വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീഡിയോ? സുബ്ഹാനല്ലാഹ്, മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂൾ. എന്നിട്ട് അന്ന് സ്കൂളിൽ എന്തോ ലീവായിരുന്നോ എന്തോന്നറിയില്ല. അന്ന് സ്കൂളിൽ ഫുള്ള് വലിയ ക്ലാസ്സിലുള്ള ആണുകിടാക്കളും പെണ്ണുകിടാക്കളും ഒന്നിച്ചു പരസ്പരം ഡാൻസും കൂത്തും. പറയാൻ നാണമുണ്ട്, നാണക്കേടാവുന്നു, ലജ്ജയാവുന്നു. ഇതിൽ 99% ഈ ഉത്തമ സമുദായത്തിൽപ്പെട്ടവരാണെന്ന് പറയുന്ന ഞങ്ങളെ മക്കൾ. സത്യത്തിൽ എത്ര കണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടവര്. തിന്നുന്ന വിഷയത്തിലായാലും കുടിക്കുന്ന വിഷയത്തിലായാലും പെരുമാറ്റത്തിലായാലും ഏത് വിഷയത്തിലും ഞമ്മ മറ്റുള്ളവർക്ക് മാതൃക അല്ലേ? അല്ലേ? തിന്നുന്നതിൽ എന്ത് മാതൃക, കുടിക്കുന്നതിൽ എന്ത് മാതൃക, ഞമ്മൽ എന്ത് മാതൃകയാണ് മറ്റുള്ളവർക്കൊന്ന് പഠിക്കാനുള്ള? പണ്ടെല്ലാം മംഗളത്തിന് വിളിച്ചില്ലെങ്കിൽ വിളിക്കാത്ത മംഗളത്തിന് പോകുന്ന AC അല്ലേ? വിളിച്ചെങ്ങനെ നേരെ വിളിച്ചിട്ടില്ലല്ലേ പണ്ടെല്ലാം. പള്ളിന്റെ അവിടെ മംഗളത്തിന് വിളിച്ചെങ്ങാന്നില്ല ഓനി. ഞാൻ വരുന്നില്ല, ഞാൻ പോകുന്നില്ല. എന്നെ പള്ളിന്റെ അവിടെ ചെല്ലേൻ, നിസ്കരിക്കുമ്പോ വന്നപ്പോ ചെല്ലേൻ, ജുമാക്ക് വന്നപ്പോ ചെല്ലീനേൻ, എന്നെ കണ്ടോടെ ചെല്ലീനേൻ, എന്നെ വയലിന്റെ അവിടെ ചെല്ലീനേൻ, എന്നെ സീറിന് കൊടുക്കുന്ന ലൈനിൽ കണ്ടപ്പോ ചെല്ലീനേൻ, എന്റെ ഔത്തൊക്കെ വന്നിട്ടാ എന്നെ നേരെ വിളിച്ചിട്ടാണ്. അത് അന്നത്തെ പവറാണ്. ഇന്ന് വിളിക്കണം തന്നെയില്ല, പോകുന്നത് ഇന്ന് തന്നെ പോ. ഏടന്ന് മണ അടിച്ച് ഏറുന്നു തന്നെ. മംഗലമ്മ മരിച്ചതാ. 2 ആൾ മംഗ പോയിട്ടല്ല. ഇതേപോലെ മുഞ്ഞാൻ നടന്നോണ്ട് മിഞ്ഞാന്ന് ഇതേപോലെ 2 ആൾ പോയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ ഒരു സൈഡിൽ നിന്ന് മണ അടിക്കുന്നതാണ്. നല്ല ബിരിയാണിന്റെ നെയ്ച്ചോറിന്റെ അറിയാലോ, ഭയങ്കര മണ അടിക്കുന്ന കാണുമ്പോ ഒരുത്തും ചെല്ലിയല്ലോ, ഇത്ര 12 ലിറ്റർ കാണുന്നു. മംഗലം തോന്നുന്നു വെയിച്ചിട്ട് വരാൻ. ആ ഉമ്മോനും ചെല്ലും, 2 ഒരേ പോലത്തെ. പോയിക്കൊണ്ടിരിക്കുമ്പോ മജീദ് ഹമീദിന്റെ ലിയൽനാല. ആ മജീദ് ഹമീദല്ല, വേറെ ഇത് എന്റെ ചങ്ങായിമാറ്. ഹമീദ് മജീദിന്റെ ലിയൽനാല. നീ അവിടെ കേട്ടെങ്കിൽ ചെല്ലണോ, ഞാൻ പുതിയാപ്പിളുടെ പാർട്ടിയാണ്. ഞാൻ ചെല്ല, ഞാൻ ഈ പുതിനാട്ടിന്റെ പാർട്ടിയാണ്. വിളിക്കാതെ വന്നിന് നയിപ്പോണ്ടാന്ന്. അങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് 2 ആളും അവിടെ പോയി. അവിടെ വെയിക്കായിരുന്നു. അങ്ങനെ റഹാത്തിൽ ഇരുന്നിട്ട് ബെയിച്ചിട്ട് ഇങ്ങനെ ബെയിച്ചിന്റെ ഇരുന്നതിന്റെ ഇടയിൽ സപ്ലയർ ഇങ്ങനെ വന്നിട്ട് 2ാമത് മാറ്റിക്കിടുമ്പോ ഹമീദ് മജീദിന്റെ അലി ചെന്നാല. നിങ്ങ പുതിനാട്ടിന്റെ പാർട്ടി അല്ലേ? ഞാൻ പുതിയാപ്പിളുടെ പാർട്ടിയാണ്. സപ്ലൈ കേൾക്കാൻ വേണ്ടിട്ട്, സപ്ലയർ കേൾക്കാൻ വേണ്ടിട്ട്. അപ്പൊ സപ്ലയർ ചെല്ലിയാല, പുതിയാപ്പിളുടെ പാർട്ടിയാ പുതിനാട്ടിന്റെ പാർട്ടിയാ? നിങ്ങൾ തിന്നിട്ട് പോയിമ്പായിരിക്കും. ഇത് മംഗലല്ല, ഇത് പൊരകുടിയും. സംഗതി മംഗലല്ല, ഇത് പൊരകുടി. ഇവർക്ക് അറിഞ്ഞിട്ടേ ഇല്ല. ഇയാൾക്ക് ഇപ്പൊ വിളിക്കാണ്ട് പോയിരുന്നാണ്. ചിലപ്പോ ഇതെങ്ങനല്ലാവൂതാ. ആ ചോറ് ബെയിച്ചില്ലെങ്കോ നാണം കിടന്ന് വേണ്ട. വിളിച്ചിട്ട് പോയനാണ് ബില്ല്. ക്ഷണിക്കാതെ പോകാൻ പാടില്ല, ക്ഷണിച്ചാൽ പോവാതിരിക്കരുത്. ക്ഷണം സ്വീകരിക്കുക എന്നത് ഈമാനാണ്. മുഅ്മിനായ മനുഷ്യനോട് ചെയ്യേണ്ട കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ക്ഷണം സ്വീകരിക്കുക. ക്ഷണം സ്വീകരിക്കണം. കല്യാണത്തിനായാലും എന്ത് കാര്യത്തിനായാലും നല്ല ഒരു കാര്യത്തിന് വിളിച്ചാൽ, നിന്നെ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കണം. അതിന്റെ മേലെ കടമയാണ്, മറ്റുള്ളവനോട് ചെയ്തു തീർക്കേണ്ട ബാധ്യതയാണ്. ഹബീബുനാ റസൂലുള്ളാഹ് ഇരിക്കട്ടെ. ഞങ്ങളെ ഇടതും വലതും 2 മലായികത്തീങ്ങളുണ്ട്. അവർ 2 ആളും ഞങ്ങളെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നുണ്ട്. എല്ലാം ഒരു വാക്ക് പോലും വിടാതെ. ലാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഇത് യതലക്കൽ മുതലഖിയാനി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞല്ലോ, ഇത് യതലക്കൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്. എല്ലാം 2 ആള് ഇവിടെയുണ്ട്, നാളെ അവർ തന്നെ ഖബറിലും ഉണ്ട്. അതുപോലത്തെ 2 മലായികത്തുകൾ ഖബറിലും ഉണ്ട്.
അപ്പൊ ഞങ്ങൾ ചുമരിലിരിക്കുന്ന 2 മലായികത്തീങ്ങള് ഞങ്ങൾ പറയുന്ന ഓരോ വാക്കും ഒന്നൊഴിയാതെ ഒരു സ്പെല്ലിംഗ് പോലും വിട്ടുപോകാതെ അവർ എഴുതി വെക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ നാവിനെ സൂക്ഷിക്കണോ, അല്ലാഹനെ പേടിക്കണോ, ദിക്ർ ചൊല്ലണോ. അർബഅത്തും മിൻ കുനൂസി ദുനിയാ, മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഈ ദുനിയാവിൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന 4 നിധികളാണ്. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടുന്ന 4 നിധികളുണ്ട്. അത് ദുനിയാവിലെ ഏറ്റവും വലിയ നിധികളാണ്. ഏതറിയുമോ അത്? ഒന്ന് ലിസാനു ദാക്കിർ, ദിക്ർ ചൊല്ലുന്ന നാവ്. ദിക്ർ ചൊല്ലുന്ന നാവ്, ഫിത്ന ഫസാദ് പറയാത്ത നാവ്, മറ്റുള്ളവരെ തമാശയാക്കാത്ത നാവ്, അന്യവന്റെ കുറുപ്പാ തണ്ണാത്ത നാവ്, ഇറച്ചി തിന്നാത്ത നാവ്. അങ്ങനെയുള്ള നാവ് ഒരാൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹ് തന്ന നിധിയാണ്. ക്ഷമിക്കാനുള്ളതടി. ആപത്തുകളുടെ പേരില്, മുസീബത്തുകളുടെ പേരില്, പരീക്ഷണങ്ങളുടെ പേരില്, കഷ്ടപ്പാട്, ഞെരുക്കങ്ങള്, രോഗങ്ങളുടെ പേരില്, അള്ളാന്റെ വിധി കണക്ക്, പിന്നെ വിധി തീർമാനങ്ങളുടെ പേരില് ക്ഷമിക്കാനുള്ള തടി, അത് നിനക്കല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ അത് നിനക്കല്ല തന്ന നിധിയാണ്. അതുപോലെ തന്നെ വസൗജത്തുൻ സാലിഹാ, നല്ലവളായ ഭാര്യ, ഇതല്ലാഹു തരുന്ന നിധികളാണ്. നല്ല നാവ്, ദിക്ർ ചെല്ലുന്ന നാവ് എപ്പോഴും. മഹാന്മാരല്ലോ ദിക്ർ ചെല്ലാതെ വേറൊന്നിനെ ഒരു ബായില് വിഷയമില്ല. നിങ്ങൾ നോക്കൂ, ഞങ്ങളെ വലിയ വലിയ ആലിമീങ്ങള് തങ്ങന്മാരെല്ലാം നോക്കാല, അവരെ കയ്യില് എപ്പോഴും തസ്ബീന്റെ മാലുണ്ടാവും, ദിക്റുണ്ടാവും. ഞമ്മള് അവരെ കയ്യിലൊന്നും ആവില്ല, എപ്പോഴും തസ്ബി തന്നെ. ഞങ്ങളെ വായില് ആ തസ്ബി ചെല്ലുന്ന വലിയ വലിയ മഹാന്മാരെ തമാശാക്കുന്നില്ല. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദിക്റും പിന്നെ ഓത്തും ബൈത്തും നിസ്കാരവും ഇതെല്ലാം കഴിഞ്ഞെങ്കില് വിഷയവും അത്യാവശ്യം വിഷയം പറയണല്ലോ, അതെല്ലാം കഴിഞ്ഞെങ്കിൽ പിന്നെന്താ കുറേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ബായിലൊരു കല്ലിങ്ങനെ ഇട്ടിട്ട് നടക്കും, കല്ലിങ്ങനെ കടിച്ചു പിടിച്ചിട്ട്. അപ്പൊ സഹാബത്ത് ഒരു അവസരം കേട്ടു, അല്ല തങ്ങളെ നിങ്ങന്റെ എപ്പോഴും ബായിൽ കല്ലിങ്ങനെ കടിച്ചു പിടിക്കുന്ന, നിങ്ങളെ ബായി തുറക്കാതിങ്ങനെ തുറക്കുന്നില്ല, മുണ്ടുന്നില്ല, ബായിലുള്ളിൽ കല്ലിങ്ങനെ കടിച്ചു പിടിച്ചിട്ട്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അതെ അനാവശ്യം മുണ്ടണ്ടാലോ, ആവശ്യത്തിനല്ലാതെ മിണ്ടണ്ടാലോ, ബായി തുറക്കണ്ടാലോ. അങ്ങനെ ബായി തുറക്കാതിരിക്കാനാണ് ഞാൻ എന്റെ ബായിക്കകത്ത് കല്ലിട്ടത് എന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞെങ്കിൽ, എന്നെ സഹോദര ഞങ്ങളവസ്ഥ എന്ത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ വലിയ ആരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അമ്പിയാക്കളെ കഴിഞ്ഞെങ്കിൽ പിന്നെ ലോകത്ത് ഏറ്റവും വലിയ 1-ാം സ്ഥാനം അലങ്കരിക്കുന്ന മഹാനല്ലേ, എല്ലാത്തിലും പ്രഥമസ്ഥാനീയനല്ലേ, അള്ളാന്റെ റസൂലിന്റെ ഉറ്റത്തോടനല്ലേ, വിശുദ്ധ ഖുർആനിൽ വ്യംഗ്യമായി സൂചിപ്പിക്കപ്പെട്ട മഹാനല്ലേ, ഏറെ ശ്രദ്ധ നൽകപ്പെട്ട മഹാൻ. ആ മഹാന്റെ ജീവിത സ്റ്റൈലാണ് ഈ പറഞ്ഞ. അതായത് അനാവശ്യ സംസാരവും ഫിത്ന ഫസാദൊന്നും വന്നു പോണ്ടെന്ന് പറഞ്ഞിട്ട് മഹാന്റെ വായിന്റെ ഉള്ളിലെപ്പോഴും കല്ല്. ഒന്ന് ആലോചിച്ച് നോക്ക്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ബായിൽ വെടക്കന്തും വന്നോണ്ട് അഞ്ജലിന്റെ കല്ലിട്ടുണ്ടെങ്കില് ഞമ്മാ കണക്കിന് 3 ലോഡ് ജല്ലി തന്നെ ബായിന്റെ ഉള്ളിൽ ചൊരിക്കേണ്ടി വരും, അല്ലേ? അല്ലേ സാർ, 3 ലോഡും മതിയാവും തോന്നുന്നില്ല. നമ്മളെ ബായിൽ അതന്നല്ലേ ഉള്ളൂ, വേറൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ദിക്ർ ചൊല്ലണോ, സലാത്ത് ചൊല്ലണോ. ഇത് സലാത്തിന്റെ മജ്ലിസ്, ഹബീബായ നബി തങ്ങളുടെ പേരിലുള്ള സലാത്ത്, ഒരിക്കലും തട്ടപ്പെടാത്ത തള്ളപ്പെടാത്ത സലാത്ത്, ഒരിക്കലും അല്ലാഹു നിരസിച്ച് കളയാത്ത അമല്. അല്ലാഹു തആല പോലും ഞങ്ങളോടൊപ്പം ചെയ്യുന്നവരെ ഒരു പണി എന്തറിയോമോ? സലാത്ത് മാത്രമാണ്, ഹബീബായ നബി തങ്ങളുടെ പേരിലുള്ള സലാത്ത്. ഇഖ്ലാസിന്റെ കമ്മി ഉണ്ടെങ്കിൽ, ഇഖ്ലാസ് ശരിയല്ലെങ്കിൽ ഏത് അമലും തള്ളും. മനുഷ്യന്മാരെ കാണാൻ വേണ്ടിയിട്ട് ഷീറിന് കൊടുത്തു, അതല്ല സ്വീകരിക്കല. മനുഷ്യന്മാരെ കാണാൻ വേണ്ടിയിട്ട് തസ്ബീഹ് ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, അല്ല സ്വീകരിക്കല. നിങ്ങൾ നല്ല ലൈക്ക് അടിക്കണോ, ബയ്യ പോകുമ്പോ ഷബ്ബാഷ് സൂപ്പർ പ്രസംഗം ചൊല്ലണം ചൊല്ലിയിട്ട് ഞാനിവിടെ പ്രസംഗിച്ചെങ്കിൽ നാളെ അല്ലാഹുവിന്റെ അടുക്ക കബൂലല്ല, കൂലിയില്ല. എന്തേ? അത് ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മഹാന്മാർ പറയുന്നുണ്ട്, ജനങ്ങളെ കാണണമെന്ന് കരുതിയിട്ട് ഒരാൾ ഹബീബായ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിയാൽ പോലും അല്ലാഹു തള്ളിക്കളയില്ല. അതായത് ഇഖ്ലാസിന്റെ കുറവുണ്ടെങ്കിൽ പോലും അല്ലാഹു സ്വീകരിക്കുന്ന ഒരേ ഒരു ഇബാദത്ത്, ഒരേ ഒരു അമല സ്വലാത്തു റസൂലില്ലാഹ്. അതുപോലത്തൊരമല് വേറെയില്ല. ഏതാമലും തുടങ്ങിയതിനൊരു ഡേറ്റ് ഉണ്ട്, അവസാനിക്കുന്നതിനും ഒരു ഡേറ്റ് ഉണ്ട്. നിസ്കാരം തുടങ്ങിയതിന് ഡേറ്റ് ഉണ്ട്, നിസ്കാരം അവസാനിക്കുന്നതിനും ഡേറ്റ് ഉണ്ട്. ലോകം അവസാനിക്കുമ്പോൾ നിസ്കാരവും തീരും. നോമ്പും അങ്ങനെ, ഹജ്ജും അങ്ങനെ, ഏത് കർമ്മങ്ങളും അങ്ങനെ. തുടങ്ങിയതിന് ഒരു ഡേറ്റ് ഉണ്ട്, അവസാനിക്കുന്നതിനും ഒരു ഡേറ്റ് ഉണ്ട്. എന്നാൽ തുടങ്ങിയതിനോ അവസാനിക്കുന്നതിനോ ഡേറ്റ് ഇല്ലാത്തവരെ ഒരമല് സ്വലാത്തു റസൂലില്ലാഹ്, മുത്തുനബി തങ്ങളെ പേരിലുള്ള സലാത്താണ്. അതെപ്പോ തുടങ്ങി എന്ന് പറയാൻ കഴിയാ, അത് എപ്പോ തീരുമെന്ന് പറയാൻ കഴിയാ. എന്തുകൊണ്ട്? അത് ചൊല്ലുന്നത് അല്ലാഹുവാണ്. അല്ലാഹുവിന് തുടക്കമില്ല, അല്ലാഹുവിന് ഒടുക്കമില്ല. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്. അല്ലാഹു തആല സലാത്ത് ചൊല്ലുന്നുണ്ട്, മലായികത്തീങ്ങൾ സലാത്ത് ചൊല്ലുന്നുണ്ട്. സലാത്തിന് അവസാനമില്ല, സലാത്തിന് തുടക്കവുമില്ല. മാത്രമല്ല അല്ലാഹു തആല ചെയ്യുന്ന ഒരു പണി മനുഷ്യരായ ഞങ്ങളും ചെയ്യുന്നെങ്കിൽ അത് സ്വലാത്ത് മാത്രമാണ്. അല്ലാഹ് ഞങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞു. 5 നേരം നിസ്കാരം ഫർളാണ്, നിർബന്ധമാണ്, എല്ലാവരും നിർവഹിക്കണം. പക്ഷേ ഞാനും നിസ്കരിക്കുന്നു എന്നല്ല പറഞ്ഞില്ല. അല്ലാഹ് നിസ്കരിക്കുന്നില്ല. നിങ്ങൾ നോമ്പ് നോക്കണമെന്നല്ല പറഞ്ഞു. റമളാനിന്റെ നോമ്പ് കുത്തിബ അലൈക്കും സിയാം, നിങ്ങൾ നോമ്പ് നോക്കണം, ഫർളാണെന്നല്ല പറഞ്ഞു. പക്ഷേ ഞാനും നോമ്പ് നോക്കുന്നു എന്നല്ല പറഞ്ഞില്ല. നിങ്ങൾ ഹജ്ജ് ചെയ്യണമെന്നല്ല പറഞ്ഞു, ഞാനും ഹജ്ജ് ചെയ്യുന്നു എന്നല്ല പറഞ്ഞില്ല. നിങ്ങൾ സദഖ കൊടുക്കണമെന്നല്ല പറഞ്ഞു, ഞാനും സദഖ കൊടുക്കുന്നു എന്നല്ല പറഞ്ഞില്ല. അതേ സമയത്ത് നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം, ഹബീബായ നബി തങ്ങളെ മേലെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണമെന്നല്ല പറഞ്ഞപ്പോ അല്ലാഹ് ആദ്യമേ പറഞ്ഞു ഞാനും സ്വലാത്ത് ചൊല്ലുന്നു. അപ്പൊ അല്ലാഹ് ചെയ്യുന്ന ഒരു അമല, അല്ലാഹ് എടുക്കുന്ന ഒരു പണി, അതിൽ അടിമകളായ ഞാനും നിങ്ങളും ഷെയറാകുന്നുവെങ്കിൽ, പങ്കുചേരുന്നുവെങ്കിൽ അത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തില് മാത്രമാണ്. സ്വലാത്ത് എന്നതൊരു വെറൈറ്റി അമലാണ്. 1 ചൊല്ലിയാൽ 10 കൂല്, 10 ചൊല്ലിയാൽ 100 കൂല്. മൻ സ്വല്ലാ അലയ്യ കുല്ല യൗമിൻ അൽഫ മറ ലം യമുതുഹു ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന. എന്റെ മേലിൽ ഒരാൾ 1000 സലാത്ത് ഡെയിലി ചെല്ലുന്നുവെങ്കിൽ സ്വർഗത്തിൽ നാളവൻ കിടക്കുന്ന ഇരിപ്പിടം കാണാതെ, സ്വർഗത്തിൽ അവന്റെ കൊട്ടാരം കാണാതെ അവൻ മരിക്കില്ല. ഖാല റസൂലുള്ളാഹ്. എന്റെ മേൽ 1000 സലാത്ത് പതിവാക്കുന്നവൻ മരിക്കുന്നതിന് മുന്നേ നാളവൻ കിടക്കാൻ പോകുന്ന സ്വർഗത്തിന്റെ മണിമാളിക കൊട്ടാരം കണ്ടിട്ടേ മരിക്കും. സലാത്ത് ഭയങ്കരാണ്. സലാത്ത് ഭയങ്കരാണ്. അത് എപ്പോഴും ചെല്ല, ഏത് സമയത്തും ചെല്ല. പെണ്ണുങ്ങൾക്ക് പീരിയഡിന്റെ നേരമായാലും ചെല്ല. അതിന് പ്രത്യേകം കുളിക്കണമെന്നൊന്നും നിർബന്ധമില്ല. സുന്നത്തുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഞാൻ കുളിച്ചിട്ടില്ല, നിർബന്ധായിന്, കുളി നിർബന്ധായിന്, ജനാബത്തായിന്, ഹൈലായിന്, മെൻസസായിന്, പീരിയഡാണ് എന്ന് പറഞ്ഞിട്ട് സലാത്ത് ചെല്ലാണ്ടിരിക്കണ്ട. സലാത്തിന് അങ്ങനെ ശുദ്ധി നിർബന്ധമല്ല, സുന്നത്തുണ്ട്. എപ്പോഴും ചെല്ല, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴും. ഒരിക്കലും ഏത് കോലത്തിൽ ചെല്ലിയാലും അല്ലാഹു തള്ളിക്കളയാത്ത ഒരേ ഒരമല് സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കരാണ് സലാത്ത്. മഹാനായ ഹസനുൽ ബസരി തങ്ങളുടെ അടുക്കൽ ഒരു പെണ്ണുങ്ങ വന്നിട്ട് പറഞ്ഞു, അത്രേ തങ്ങളെ എന്റെ കിടാവ് മരിച്ചുപോയി, എന്റെ മോള് മരിച്ചുപോയി, വലിയ പെണ്ണാണ്, എന്റെ മോള് മരിച്ചുപോയി, മരണപ്പെട്ടു പോയി, എനിക്ക് ദുഃഖം സഹിക്കുന്നില്ല. എന്റെ മോളെ എനിക്കൊന്ന് കിനാവില് കാണണോ, എനിക്കൊന്ന് സ്വപ്നത്തില് കാണണോ, അതുകൊണ്ട് തങ്ങളെ പരിഹാരം പറയണമെന്ന് പറഞ്ഞപ്പോ മഹാനായ ഹസനുൽ ബസരി തങ്ങൾ പറഞ്ഞു, കാണണ്ട, മരിച്ചവരിങ്ങനെ കണ്ടിട്ട് ഇപ്പൊ എന്താക്കാൻ.
മരിച്ചവരിപ്പോ കണ്ടിട്ട് ഇപ്പൊ എന്താക്കാനുള്ള ഇടക്ക് വരുമല്ലോ. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം കാണണ്ട. പക്ഷെ പെറ്റുമ്മക്ക് സമാധാനമില്ല. ഉമ്മ പറഞ്ഞു, കാണണം തങ്ങള്, എന്റെ മോളെ ഒരു വട്ടമെങ്കിലും കാണണോ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഹസനുൽ ബസരി തങ്ങള് പറഞ്ഞു, എന്നാ നീ ഒരു കാര്യം ചെയ്യെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തോ. എന്നിട്ടതാ ഉമ്മയോട് പറഞ്ഞു, പോയിക്കോളൂ, ഇതുപോലെ ചെയ്തെങ്കിൽ നിങ്ങളോ മകളെ നിങ്ങൾ കിനാവില് കാണും. പറയട്ടെ, ഹസനുൽ ബസരി തങ്ങള് പറഞ്ഞ എല്ലാ പണിയും ആ ഉമ്മ എടുത്തോ. ഓതേണ്ടത് ഓതി, ചെല്ലേണ്ടത് ചെല്ലിയപ്പോ അന്ന് രാത്രി ഉറക്കത്തിലതാ ആ ഉമ്മ തന്റെ മകളെ കണ്ടോ, സ്വപ്നത്തില് കണ്ടോ, കിനാവില് കണ്ടോ. എങ്ങനറിയോ കണ്ടത്? ഭീകരമായ ആദാബില് കൈകാലുകളെല്ലാം ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട നിലക്ക്, നരകത്തിന്റെ ആഘാത ഗർത്തത്തിൽ വീണിട്ട് വെന്തുരുകുന്ന നിലക്ക്, കത്തിയാളുന്ന നരകത്തിൽ കരിയുന്ന നിലക്ക് ആ ഉമ്മ തന്റെ മകളെ കണ്ടോ. ഉമ്മ ബേജാറായി, ഉമ്മ വിഷമത്തിലായി, വല്ലാത്ത ദുഃഖത്തിലായി. ഉമ്മതാ നേരെ വന്നു ഹസനുൽ ബസരി തങ്ങളോട് പറഞ്ഞു, തങ്ങള്, എന്റെ മോളെ ഞാൻ ഇന്ന കോലത്തിലാണ് കണ്ടത്. മാഷാ അല്ലാഹ്. ഞങ്ങൾ ഇന്നത്തെ ഈ പരിപാടിയിൽ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ, നമുക്ക് വേണ്ടി ആത്മീയ ഉപദേശം നൽകാൻ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ പരമ്പര അഹ്ലുബൈത്ത് കുടുംബത്തിലെ കണ്ണി, സയ്യിദ് കുടുംബത്തിലെ മഹാനരായ കണ്ണി, നമ്മുടെ ആത്മീയ നേതാവ് മഹാനായ സയ്യിദ് ഉമർ ജിഫ്രി തങ്ങളവர்கள் നമ്മുടെ മഹത്തായ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആരും പോണ്ടിയതല്ല, ദൂരമുള്ളവരിൽ ഇങ്ങോട്ട് വരേണ്ടതാണ്. എല്ലാവരും കുറെ നേരം ഉണ്ടാവല്ല. തങ്ങനെ കുറെ പ്രസംഗിക്കൂല. തങ്ങളെ ഉപദേശം, ആ പ്രാർത്ഥന, അതിനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നുള്ളത്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ കുടുംബത്തിലെ കണ്ണി, ഹബീബായ നബി തങ്ങളുടെ പരിപാവനമായ രക്തം സിരകളിൽ ഓടുന്ന അവിടുത്തെ പേരക്കിടാവ് മഹാനരായ സയ്യിദ് ഉമർ ജിഫ്രി തങ്ങൾ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ ചൊല്ല്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആ തണലും ആ നേതൃത്വവും ആ സാന്നിധ്യവും ഒരുപാട് കാലം കാണാനും അനുഭവിക്കാനും ആസ്വദിക്കാനും ഉൾക്കൊള്ളാനും സാധുക്കളായ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ പരിശുദ്ധ പരമ്പരയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെ മുറാദ് ഹാസിലാക്കട്ടെ. നിർത്തുകയാണ്. ആ ചരിത്രം ഒന്ന് തീർത്തോട്ട്. തങ്ങൾ വന്ന സ്ഥിതിക്ക്, തങ്ങ വന്നു കഴിഞ്ഞാ പിന്നെ ഒരു മിനിറ്റ് നീട്ടലാൻ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അത് ശരിയല്ല. തങ്ങ അവരല്ല വലിയവരല്ലേ, അപ്പൊ ഞമ്മ ബഹുമാനം അത് ഫോളോ ചെയ്യണം. ഞാൻ വലിയ ബഹുമാനിക്കുന്ന ആളായിട്ട് പറയുന്നതല്ല. അവരെ കുറെ നേരം ഇരുത്തുക ശരിയല്ല. അവരാ വലിയ നീണ്ട ഒരു സാന്നിധ്യം പോകണമെന്നില്ല. നമ്മളെ പോലെ 2 മണിക്കൂറിന്റെ വേളൊന്നും ഒരു പോകണമെന്നില്ല. ഒരു വാക്ക് മതി, അത് മതി ഞങ്ങൾക്ക്. കാരണം എന്താ? അത് നൂഹ് നബിന്റെ കപ്പല. നൂഹ് നബിന്റെ കപ്പലാണ്. നൂഹ് നബിയെ കൊണ്ട് വിശ്വസിച്ച 82 പേര് അന്ന് മുങ്ങി താഴുന്നതിൽ നിന്ന്, വലിയ ജലക്ഷാമത്തിൽ, പിന്നെ പ്രളയത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത് നൂഹ് നബിന്റെ കപ്പലിൽ കയറ്റിക്കൊണ്ടാണെങ്കിൽ ഇന്ന് ഈ സമുദായത്തെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നത് അഹ്ലുബൈത്തിനെ കൊണ്ടാണെന്ന് മുസ്തഫായ റസൂലുള്ളാഹ്. അവരെല്ലാം കൊണ്ടും ആദരിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അപ്പൊ മീത്ത നിൽക്കുന്ന എല്ലാവരും, ഇനി വോളണ്ടിയർമാരെല്ലാം മീത്ത നിൽക്കണമെന്നില്ല. ഇനാരും വരാനില്ലല്ലോ, ഇനാരും വരാനില്ല. അപ്പൊ അതെല്ലാവരും തായ്ക്ക് വരും കുറച്ചു നേരം ഇൻഷാ അല്ലാഹ്. തങ്ങളെ ദുആ, തങ്ങളാ ഉപദേശം, അത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആരും പോകരുത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഏതായാലും ഒന്ന് പൂർത്തിയാക്കട്ടെ. ഹസനുൽ ബസരി തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് ഉമ്മ പറഞ്ഞു, തങ്ങളെ, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഓതി എല്ലാം ആക്കി എന്റെ മോളെ ഞാൻ കിനാല് കണ്ട്, പക്ഷെ കാണണ്ടായിരുന്നു തങ്ങളെ. കണ്ടിട്ടിപ്പോ ബേജാറായി. എന്ത് കഥ? എന്റെ മോള് നരകത്തിലാണ്, എന്റെ മോള് ശിക്ഷ അനുഭവിക്കുന്നുണ്ട്, എന്റെ മോളെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്, ഭീകരമായ കോലത്തിലാണ്, കാണാൻ വയ്യ തങ്ങള്. മഹാനായ ഹസനുൽ ബസരി തങ്ങളും ആ ഉമ്മാന്റെ വിവരണം കേട്ടപ്പോ ചിന്തിച്ചു പോയി. ഞാന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടായിട്ടാ. മോളെ കിനാവില് കാണാൻ എന്താക്കേണ്ടെന്ന് കേട്ടിട്ടാകുമ്പല്ലേ ഞാൻ മന്ത്രവും തന്ത്രവും ചൊല്ലിക്കൊടുത്ത്. ഇപ്പൊ കണ്ടിട്ടാകുമ്പോ ഉമ്മ വന്നിട്ട് ചെല്ലുന്നത് എന്റെ മോൾ ഇങ്ങനെ കാണാൻ. ഹസനുൽ ബസരി തങ്ങൾക്ക് തോന്നി ബണ്ണിയും ചൊല്ലി കൊടുത്തിട്ട് വേണ്ട, ഞാൻ ഫസ്റ്റ് ചെല്ലി കാണണ്ട, മരിച്ചവരിപ്പൊ കണ്ടിട്ട് എന്താക്കുന്നു.
ഇവന്താ ആക്കാനില്ലേടാ. ഏതായാലും വേണ്ടാഞ്ചലിന് നിങ്ങളെ ഒത്തായ നിങ്ങളെ നിർബന്ധം കൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ടു. പക്ഷെ ഇന്നിപ്പോ അതിനേക്കാളേറെ ബേജാറായി അല്ലേ. മഹാനായ ഹസനുൽ ബസ്രി തങ്ങളെ ഉമ്മാനെ സമാധാനിപ്പിച്ചു വിട്ട് ദിവസങ്ങൾ 1-2 കഴിഞ്ഞപ്പോ ആ മോള്, ആ പറയപ്പെട്ട മകള്, ഈ ഉമ്മാന്റെ മകള്, നരകത്തിന്റെ തീഴിൽ വെന്തുരുകുന്ന മകള്, ഇരുമ്പിന്റെ ചങ്ങലകളെ കൊണ്ട് ബന്ധിക്കപ്പെട്ട മകള്, ഈ ഉമ്മാന്റെ മോള് ഹസനുൽ ബസ്രി തങ്ങളും കിനാവില് കണ്ടോ. പക്ഷേ ഹസനുൽ ബസ്രി തങ്ങള് കിനാവില് കാണുമ്പോ ഉമ്മ പറഞ്ഞ കോലത്തിലല്ല, സ്വർഗത്തിന്റെ കൊട്ടാരത്തിലാണ്, സ്വർണക്കട്ടിലാണ്, സുന്ദരിയായ ഹൂർലിങ്ങളോടൊപ്പമാണ്. ഉമ്മ പറഞ്ഞ പോലെ കൈകാലുകളിൽ ചങ്ങലകളില്ല, കത്തിയാളുന്ന നരകത്തിന്റെ തീകണലിൽ വെന്തുരുകുന്നില്ല, ഭീകരമായ കോലത്തിലല്ല, കാണാൻ നല്ല അഴകുള്ള ചേലുള്ള ചന്തമുള്ള കോലത്തിലാണ് ഹസനുൽ ബസ്രി തങ്ങൾ ആ മോളെ കണ്ടത്. ഹസനുൽ ബസ്രി തങ്ങൾ ആ മോളോട് ചോദിച്ചു അത്ര, പൊന്നു മോളെ, നിന്നെ ഇങ്ങനല്ല എന്നല്ലേ നിന്റെ ഉമ്മ എന്നോട് പറഞ്ഞ്? നീ ഇങ്ങനല്ല എന്നല്ലേ എന്നോട് നിന്റെ ഉമ്മ പറഞ്ഞത്? നീ നരകത്തിലാണെന്ന്, നീ ശിക്ഷ അനുഭവിക്കുകയാണെന്ന്, നീ ഭീകരമായ വേദനയിലാണെന്ന്. പക്ഷേ നീ ആണെങ്കിൽ അങ്ങനെയല്ലാലും നീ സ്വർഗത്തിലാണല്ലോ, സ്വർഗ കൊട്ടാരത്തിലാണല്ലോ, സ്വർണക്കട്ടിലാണല്ലോ, മനോഹരമായ സ്റ്റൈലിലാണല്ലോ എന്നാ മോളോട് ചോദിച്ചപ്പോ ആ മോള് പറഞ്ഞ മറുപടി എന്തറിയാ? ഉമ്മ കേട്ടോ, പെങ്ങള് കേട്ടോ, പൊന്നു മുസ്ലിമേ കേട്ടോ, ആ മോള് പറഞ്ഞ മറുപടി എന്തറിയാ? തങ്ങള്, ഞാൻ ഉമ്മ പറഞ്ഞ കോലത്തിലായിരുന്നു. എന്റെ ശിക്ഷ, എന്റെ ദുസ്വഭാവത്തിന്, എന്റെ എന്റെ ദുഷ്പ്രവർത്തനങ്ങൾക്ക്, ഞാൻ ചെയ്ത മോശത്തരത്തിന് എന്നല്ലാഹു ശിക്ഷിച്ചിരുന്നു. ഉമ്മ കണ്ടത് നേരെന്നെയാണ്. എന്നിട്ടല്ലാഹു എനിക്ക് മോചനം നൽകിയിട്ട് എന്നല്ലാഹു സ്വർഗത്തിലാക്കിയതാ, എന്നല്ലാഹു രക്ഷപ്പെടുത്തിയത്. അതെന്തറിയോ കാര്യ? ഞാൻ കിടക്കുന്ന ഖബർസ്ഥാനിലൂടെ ഒരാള് നടന്നുപോയി. അയാളതാ ചൊല്ലിയ ഒരു സലാത്ത് ഓൺലി വൺ, ഒരു സലാത്ത്, അയാൾ ഒരു സലാത്ത് ചൊല്ലി. എന്നിട്ട് ആ ഖബർസ്ഥാനിൽ കിടക്കുന്നവർക്ക് അത് ഹദിയ ചെയ്തു. പടച്ചോനെ, ഞാൻ ചൊല്ലിയ സലാത്തിന്റെ കൂലി ഈ മൈതാനിയിൽ കിടക്കുന്നവർക്ക് നീ എത്തിച്ചു കൊടുക്കല്ലാന്ന് അയാൾ ദുആരുന്നത് കൊണ്ട്, ആ സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ആ സലാത്തിന്റെ കാരണം കൊണ്ട്, ആ സലാത്തിന്റെ പ്രതിഫലം കൊണ്ട് അല്ലാഹു എന്റെ അദാബിനെ തട്ടി നീക്കി. മുഹമ്മദ്. അതുകൊണ്ട് സലാത്തെല്ലാം നല്ലോണം ചൊല്ലിക്കോ. അതിന് കണക്കും കയ്യൊന്നും വേണ്ട, അതിന് സമയം സന്ദർഭമൊന്നും നോക്കണ്ട, അതിന് ഷെയ്ഖിന്റെയും ഔലിയാന്റെയും പൊരുത്തവും വേണ്ട, അതിന് തേടിയിട്ടൊന്നും പായണ്ട. സലാത്ത് തന്നെ ഏറ്റവും വലിയ ഷെയ്ഖ്. അല്ലാഹു തആല മുസ്തഫായ റസൂലുള്ളാഹി, മുജ്തബായ റസൂലുള്ളാഹി, മുർത്തലായ റസൂലുള്ളാഹി, ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സലാത്ത് ചെല്ലാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നല്ലോണം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് നല്ല മജ്ലിസ്. എല്ലാരും ഇങ്ങോട്ട് വരും. ആളുണ്ട് പുറത്തെല്ലാം പോയിട്ട് അപ്പുറം ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾ എല്ലാവരും താവരും. മുകളിൽ നിൽക്കുന്ന എല്ലാവരും വരും. എല്ലാവരും നേതാക്കള്, പ്രിയപ്പെട്ട ബാല്യക്കാറ്, പിരിശപ്പെട്ട കുഞ്ഞുമക്കള്, എല്ലാവരും കാറിന്റെ അവിടെ ഉള്ളവർ, ഷീറിനിന്റെ അവിടെ ആവശ്യത്തിനുള്ളവർ നിൽക്കട്ടെ. പിന്നെ റാസിഖ് ഭായി ആവശ്യത്തിനുള്ളവർ നിൽക്കട്ടെ, അല്ലാത്തവരെല്ലാം ഇങ്ങോട്ട് വരട്ടെ. ആവശ്യത്തിന്റെ ഓർ മാത്രം നിന്നാ മതി. മിത്തല്ല ആളുണ്ട്, പള്ളിന്റെ സിറ്റ് ഔട്ട് നോക്കി ഇഷ്ടം പോലെ ആളുണ്ടാവും. 43 ആളാടെ മിത്താളുണ്ടാവും. എല്ലാവരും ഇങ്ങോട്ട് വരും. ഇതാണല്ലോ സ്വർഗത്തിന്റെ തോപ്പ്. നേരത്തെ ഉണ്ടായിന് കുറെ ആളുണ്ടായിന്, പിന്നെ സമയം കുറെ വൈകി. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു, നീട്ടുന്നില്ല. ഇൻഷാ അല്ലാഹ് വേറെ കുറെ കാര്യങ്ങളെല്ലാം പറയണമെന്നെല്ലാം പറഞ്ഞു. സമയം വേണ്ട, മതിയല്ലേ? തങ്ങളതിന് മതിയാവലം ചെല്ലുങ്ങ ഇനി നീട്ടുന്നില്ല. അങ്ങണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മളെ പള്ളിയെല്ലാം ചെറുത് ഇങ്ങനെ കാണുന്നില്ലേ അല്ലേ? ഇൻഷാ അല്ലാഹ് റമദാനെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പള്ളിയെല്ലാം ഒന്ന് വലുതാക്കണമെന്നല്ല അവർക്ക് തീർമാനമുണ്ട്, ഒരാശ ഉണ്ട്. അല്ലെങ്കിലും ഫസ്റ്റ്